പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് തിന്മ ചെയ്യുന്നവരെ പറ്റിയാണ്. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരികയില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നീതിമാന്മാരെ പറ്റി ചിന്തിക്കാം. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം സാന്ദ്ര തമസ് പോലെയാണ്. എവിടെ തട്ടുവീഴുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ അതിൽ നിന്ന് ആണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക. കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടി അവക്രമമായിരിക്കട്ടെ. നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ അവ നിന്നെ സുരക്ഷിതമായി നടത്തും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്. തിന്മയിൽ കാലൂന്നുകയും അരുത്. നന്മയെ മാത്രം ലക്ഷ്യപ്പെടുത്തി മുമ്പോട്ട് നടക്കുക. അപ്പോൾ വിജയം സുനിശ്ചിതമായിരിക്കും. നന്ദി, നമസ്കാരം.